ഇന്ത്യയിലെ അൽമായരുടെ മധ്യസ്ഥനായ വിശുദ്ധ ദേവസഹായത്തെ പ്രഖ്യാപിച്ചു. കോട്ടാർ രൂപതയുടെ ആതിഥേയത്തിൽ ദേവസഹായം മൗണ്ട് ഷ്രൈൻ ദേവാലയത്തിൽ നടന്ന തിരുകർമ്മങ്ങളിൽ അഭിമന്യ പിതാക്കന്മാരും നൂറുകണക്കിന് വിശ്വാസികളും സന്നിഹിതരായി പരിശുദ്ധ കുർബാനയ്ക്ക് മദ്രാസ് മൈലാപ്പൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് ആന്റണി സ്വാമി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജെറേലി ചടങ്ങിൽ മുഖ്യ അതിഥിയായി. ഇന്ത്യയിലെ അൽമായരുടെ മധ്യസ്ഥനായി വിശുദ്ധ ദേവസഹായത്തെ ലയോ 14 പാപ്പ പ്രഖ്യാപിച്ചിരുന്നു. ഇതു സംബന്ധിച്ച് ഭാരതത്തിലെ നടപടിക്രമങ്ങൾ 2026 ജനുവരി 14 ബുധനാഴ്ച ദേവസഹായം മൗണ്ട് ഷെറൈൻ ദേവാലയത്തിൽ നടത്തപ്പെട്ടു. കോട്ടാർ രൂപത ആതിഥേയത്വം വഹിച്ച ചടങ്ങുകൾക്ക് അഭിമന്യ പിതാക്കന്മാരും വൈദികരും നൂറുകണക്കിന് വിശ്വാസികളും സാന്നിധ്യം അറിയിച്ചു. വിശുദ്ധ ദേവസഹായം തന്റെ അചഞ്ചലമായ വിശ്വാസത്തിലൂടെയും പരമമായ ത്യാഗത്തിലൂടെയും ക്രിസ്തുവിന് വീരോചിതമായ സാക്ഷ്യം വഹിച്ച പുണ്യസ്ഥലമാണ് ദേവസഹായം മൗണ്ട് ഷെറൈൻ. പരമ്പരാഗത കലാരൂപങ്ങളുടെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിച്ച കാഴ്ച കൗതുകമുണർത്തുന്നതായി. ഇന്ത്യയിലെയും നേപ്പാളിലെയും അപ്പസ്തോലിക ന്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജെറേലി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മദ്രാസ് മൈലാപ്പൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോർജ് ആന്റണി സ്വാമി ദിവ്യബലിയിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പോണ്ടിച്ചേരി കടലൂർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കാലിസ്റ്റ് വചന സന്ദേശം നൽകി. മധുര ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആന്റണി സ്വാമി ശബരിമുത്തു, വാരണാസി രൂപതയുടെ ബിഷപ്പും CCBI അൽമായർക്കായുള്ള കമ്മീഷന്റെ ചെയർമാനുമായ ഡോക്ടർ യൂജിൻ ജോസഫ് എന്നിവർ സഹകാർമ്മികരായി. നിരവധി ആർച്ച് ബിഷപ്പുമാർ, പുരോഹിതന്മാർ, സന്യസ്തർ, അൽമായ ശുശ്രൂഷികൾ എന്നിവരുടെ കൂട്ടായ്മയിൽ ഇന്ത്യയിലെ അൽമായരുടെ മധ്യസ്ഥനായി വിശുദ്ധ ദേവസഹായം പ്രഖ്യാപിക്കപ്പെട്ടു. ഔദ്യോഗിക പ്രഖ്യാപനം ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലിയോപോൾഡോ ജെറേലി നിർവഹിച്ചു. ഇതേ വേദിയിൽ ദേവസഹായം ആത്മീയ പ്രസ്ഥാനത്തിന് മധുര ആർച്ച് ബിഷപ്പ് ഡോക്ടർ ആന്റണി സ്വാമി ശബരിമുത്തു ആരംഭം കുറിച്ചു. ഹൈന്ദവ വിശ്വാസിയായി ജനിച്ച് പിന്നീട് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച വിശുദ്ധ ദേവസഹായം കത്തോലിക്ക സഭയുടെ വിശുദ്ധനായി പ്രഖ്യാപിച്ച ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ അൽമായനും രക്തസാക്ഷിയുമാണ്. തമിഴ്നാട്ടിലെ നട്ടാളത്ത് നീലകണ്ഠം പിള്ള എന്ന പേരിൽ ജനിച്ച അദ്ദേഹം തിരുവിതാംകൂറിൽ ഒരു കോടതി ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചു. ക്രിസ്തീയ വിശ്വാസത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം 1745 ലാസർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് മാമോദീസ സ്വീകരിച്ചു. വിശ്വാസം ഉപേക്ഷിക്കാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ നിഷ്ഠൂരമായ പീഡനത്തിനും തടവിനും വിധേയനായ അദ്ദേഹം 1752 രക്തസാക്ഷിത്വം വരിച്ചത്. 2012 ഡിസംബർ 2 തമിഴ്നാട്ടിലെ നാഗർകോവിൽ നടന്ന ചടങ്ങിൽ വിശുദ്ധരുടെ നാമകരണ നടപടികൾക്കായുള്ള കാര്യാലയ പ്രിഫെക്ട് കർദിനാൾ ആഞ്ചലോ അമറ്റോ SDB അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2022 മെയ് 15 വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ചർച്ച് ഡെസ്ക് ഷെക്കീന ന്യൂസ്.